നമസ്കാരം. ഈ വാർത്താ ദിനത്തിൽ ഇതുവരെ വന്ന വാർത്തകളുടെ സമഗ്ര രൂപവുമായി വാർത്താ സന്ധ്യ ആരംഭിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും വാർത്താ സന്ധ്യയിലേക്ക് സ്വാഗതം. ഗോവിന്ദച്ചാമി ജയിൽ ചാടിയതും അയാളെ പിടികൂടിയതുമാണ് ഇന്നത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത. ആ വാർത്തയിലേക്കാണ് ആദ്യം. ജയിൽ ചാടി ഗോവിന്ദച്ചാമിയെ വളഞ്ഞു പിടിച്ചു. കണ്ണൂരിൽ ജയിൽ ചാടിയ കൊടും കുറ്റവാളി ഗോവിന്ദച്ചാമി പിടിയിൽ. കണ്ണൂർ തളാപ്പിലെ ആളൊഴിഞ്ഞ കെട്ടിടത്തിനോട് ചേർന്ന കിണറ്റിൽ നിന്നാണ് പോലീസ് വളഞ്ഞിട്ട് പിടികൂടിയത്. നാട്ടുകാർ നൽകിയ നിർണായക വിവരങ്ങളാണ് സൗമ്യ കൊലക്കേസ് പ്രതിയെ മണിക്കൂറുകൾക്കകം പിടികൂടാൻ സഹായിച്ചത്. കണ്ണൂർ സെൻട്രൽ ജയിലിലെ സുരക്ഷാ വീഴ്ചയിൽ 3 ജയിൽ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു. ഗോവിന്ദച്ചാമിയെ നാളെ വിയ്യൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റും. ജയിൽ ചാടിയ കേസിൽ ഗോവിന്ദച്ചാമിയെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. രാവിലെ 7:30യോടെയാണ് കേരളം ഞെട്ടലോടെ ആ വാർത്ത കേട്ടത്. പിന്നീട് സാക്ഷ്യം വഹിച്ചത് അതുവരെ കാണാത്ത തിരച്ചിലിന്. റെയിൽവേ സ്റ്റേഷനുകളും ബസ് സ്റ്റാൻഡുകളും ബീച്ചുകളും കേന്ദ്രീകരിച്ച് പോലീസിന്റെ തിരച്ചിൽ. വിവരം നൽകുന്നവർക്ക് പാരിതോഷികവും പ്രഖ്യാപിച്ചു. ഗോവിന്ദച്ചാമി ജയിൽ ചാടിയ ശേഷമുള്ള ആദ്യ ദൃശ്യങ്ങൾ പുറത്തുവന്നു. ഗോവിന്ദച്ചാമിയുടെ സാദൃശ്യമുള്ളയാളെ കണ്ടെന്ന് നാട്ടുകാർ വിവരം നൽകിയതാണ് അന്വേഷണത്തിൽ നിർണായകമായത്. പിന്നാലെ പ്രതി കണ്ണൂരിൽ തന്നെ ഉണ്ടെന്ന് ഉറപ്പിക്കുന്ന ദൃശ്യങ്ങളും പുറത്തുവന്നു. നാട്ടുകാർ വിവരം നൽകിയതനുസരിച്ച് തളാപ്പ് മേഖലയിൽ പോലീസിന്റെ വ്യാപക പരിശോധന. ആളൊഴിഞ്ഞ കെട്ടിടത്തിൽ ഗോവിന്ദച്ചാമിയെ പിടികൂടിയെന്ന് വാർത്തയെത്തിയെങ്കിലും പോലീസ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചില്ല. പിന്നാലെ 40 അംഗ സംഘം കെട്ടിടം വളഞ്ഞു. 10:45 കെട്ടിടത്തിലെ കിണറ്റിൽ നിന്ന് ഗോവിന്ദച്ചാമിയെ അതിസാഹസികമായി പിടികൂടി. പ്രാഥമിക ചോദ്യം ചെയ്യലിനും വൈദ്യപരിശോധനയ്ക്ക് ശേഷം ഗോവിന്ദച്ചാമിയെ തെളിവെടുപ്പിനായി കണ്ണൂർ സെൻട്രൽ ജയിലിൽ എത്തിച്ചു. ജയിലിൽ 10ാം ബ്ലോക്ക്, ക്വാറന്റൈൻ ബ്ലോക്ക്, ചാടിയ മതിലിന്റെ ഭാഗം എന്നിവിടങ്ങളിൽ തെളിവെടുപ്പ് നടന്നു. ഗുരുതര സുരക്ഷാ വീഴ്ചയെന്ന വിലയിരുത്തലിനെ തുടർന്ന് ഗോവിന്ദച്ചാമിയെ വിയ്യൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റാൻ ഉത്തരവായി. 24 കണ്ണൂർ. കൊടും കുറ്റവാളി ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടത്തിൽ ആഭ്യന്തര വകുപ്പിനെ ന്യായീകരിച്ചും വിമർശിച്ചും രാഷ്ട്രീയ നേതൃത്വങ്ങൾ. സംഭവം ആഭ്യന്തര വകുപ്പിന്റെ സുരക്ഷാ വീഴ്ചയായി ചിത്രീകരിക്കേണ്ടെന്ന് ജയിൽ ഉപദേശക സമിതി അംഗം പി ജയരാജൻ പറഞ്ഞു. കുറ്റവാളികൾക്ക് ജയിലുകളിൽ സ്വൈരവിഹാരമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രതികരിച്ചു. ഗോവിന്ദച്ചാമിക്ക് വധശിക്ഷ നൽകണമെന്ന് ആവർത്തിച്ച് കൊല്ലപ്പെട്ട സൗമ്യയുടെ അമ്മ സുമതി രംഗത്തെത്തി. കണ്ണൂർ ജയിൽ ഭരിക്കുന്നത് പ്രതികളെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ഗോവിന്ദച്ചാമി ജയിൽ ചാടിയതിൽ ജയിലുദ്യോഗസ്ഥർക്ക് പങ്കുണ്ടെന്ന് UDF കൺവീനർ അടൂർ പ്രകാശ് ആരോപിച്ചു. സംഭവത്തിൽ CBI അന്വേഷണം വേണമെന്ന് കെ സുധാകരൻ ആവശ്യപ്പെട്ടു. പ്രതിയെ സഹായിച്ചവരെ നിഷ്പക്ഷമായ അന്വേഷണത്തിലൂടെ കണ്ടെത്തണമെന്ന് BJP നേതാവ് വി മുരളീധരനും ആവശ്യപ്പെട്ടു. ജനങ്ങളുടെ മനസ്സിലുള്ള സന്ദേഹങ്ങൾ, ആ സന്ദേഹങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ കഴിയുന്ന തരത്തിലുള്ള ഒരു അന്വേഷണം, അങ്ങനെ ഒരു അന്വേഷണം നടത്തി സത്യം പുറത്തു കൊണ്ടുവരാനും ഇത്തരത്തിലുള്ള സംഭവങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ച ആളുകളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാനും ആവശ്യമായിട്ടുള്ള നടപടികൾ കൈക്കൊള്ളണം. ആഭ്യന്തര വകുപ്പിന്റെ വീഴ്ചയെന്ന തരത്തിൽ സംഭവത്തെ കാണേണ്ടതില്ലെന്നാണ് CPIM സംസ്ഥാന സമിതി അംഗവും ജയിൽ ഉപദേശക സമിതി അംഗവുമായ പി ജയരാജന്റെ വിശദീകരണം. ആഭ്യന്തര വകുപ്പിന്റെ വീഴ്ചയായിട്ടൊന്നും കണക്കാക്കേണ്ടതില്ല. ഇവിടെ വന്നിട്ടുള്ള വീഴ്ച സംബന്ധിച്ച് അന്വേഷിച്ച് ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി ഇപ്പോൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. സംഭവത്തിൽ ജയിൽ അധികൃതർക്ക് വീഴ്ചയുണ്ടായോ എന്ന് പരിശോധിക്കുമെന്ന് കണ്ണൂർ സെൻട്രൽ ജയിൽ ഉപദേശക സമിതി അംഗം M രാജഗോപാൽ MLA പറഞ്ഞു. ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടം തീർത്തും ദൗർഭാഗ്യകരവും ഞെട്ടിപ്പിക്കുന്നതുമാണ്. സുരക്ഷാ വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത് അന്വേഷണത്തിലൂടെ വെളിപ്പെടേണ്ട കാര്യമാണ്. കണ്ണൂർ സെൻട്രൽ ജയിലിലെ സുരക്ഷാ വീഴ്ച അന്വേഷിക്കണമെന്ന് കൊല്ലപ്പെട്ട സൗമ്യയുടെ അമ്മ സുമതി. ജയിൽ ചാടാൻ ഇവന് ഈ ഇത്രയും വലിയ മതിൽ കയറാനും ചാടാനും ഒരാളെ സപ്പോർട്ട് ഇല്ല, അതെന്തായാലും അത് നടക്കില്ല, അത് ഉറപ്പാണ്. അത് അന്വേഷണം വന്നാലേ അതിന്റെ കാര്യങ്ങൾ നടക്കുള്ളൂ. അത് അന്വേഷിക്കണമല്ലോ നമ്മള്. അത് അന്വേഷിക്കാതെ എങ്ങനെയാ ഇവനെങ്ങനെയാ ജയിൽ ചാടിയെന്ന് അത് അന്വേഷിക്കണ്ടേ? ജയിൽ ഉദ്യോഗസ്ഥരുടെ സസ്പെൻഷന് പിന്നാലെ ആഭ്യന്തര വകുപ്പ് വിശദമായ അന്വേഷണം ഇക്കാര്യത്തിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24. കേരളം ഏറ്റവും അധികം ചർച്ച ചെയ്ത സൗമ്യ വധക്കേസിലെ പ്രതി ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടത്തിന് പിന്നിൽ ഗുരുതര വീഴ്ച, ജയിലിനുള്ളിൽ നിന്ന് സഹായം ലഭിച്ചുവെന്ന് സംശയിക്കുന്നതായി ജയിൽ DGP ബൽറാം കുമാർ ഉപാധ്യായ് പ്രതികരിച്ചു.
പുലർച്ചെ 1:15 കണ്ണൂരിലെ അതീവ സുരക്ഷാ സജ്ജീകരണങ്ങളുള്ള ജയിലിൽ നിന്ന് ഗോവിന്ദച്ചാമി മതിൽ ചാടി രക്ഷപ്പെടുന്നത്. ഉദ്യോഗസ്ഥർ വിവരമറിഞ്ഞത് രാവിലെ 5 മണിയോടെ, അതും റോൾ കോളിനായി വിളിച്ചപ്പോൾ. ഇത് കഴിഞ്ഞ് 2 മണിക്കൂറിന് ശേഷമാണ് വിവരം പോലീസ് അറിയുന്നത്. കണ്ണൂർ ജയിലിലെത്തിയ സിറ്റി പോലീസ് കമ്മീഷണർ പറയുന്നത് ജയിൽ ചാട്ടം 4:15-നും 6:30-നും ഇടയിലെന്ന്. എന്നാൽ ഗോവിന്ദച്ചാമിയുടേതായി ആദ്യം പുറത്തുവന്ന CCTVയിലെ സമയം പുലർച്ചെ 3:29. ഈ പ്രതി കുറച്ചൊരു പ്രിപ്പറേഷൻ നടത്തിയിട്ടുണ്ട്, കുറച്ച് കാലങ്ങളായിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ നടത്തിയതായിട്ടുണ്ട്. വേറെ ആരെങ്കിലും ഇതിലേക്ക് ഇൻവോൾവ് ആയതായിട്ട് പോലീസിന് ഈ ഒരു അവസരത്തിൽ ഇൻഫർമേഷൻ ഇല്ല. അത് കൂടുതൽ അന്വേഷണത്തിന് വിധേയമാക്കേണ്ട കാര്യമാണ്. ഏകദേശം 20 ദിവസത്തിന് മുകളിലുള്ള തയ്യാറെടുപ്പായിട്ടാണ് നമ്മൾ പ്രാഥമികമായിട്ട് കാണുന്നത്. മണിക്കൂറുകൾ സമയമെടുത്തല്ലാതെ അഴികൾ മുറിച്ചു മാറ്റാൻ കഴിയില്ലെന്നിരിക്കെ ജയിലിനകത്ത് നിന്ന് ഉൾപ്പെടെ സഹായം ഇയാൾക്ക് ലഭിക്കാനുള്ള സാധ്യത ഏറെയാണ്. പുറത്തു നിന്നും അകത്തു നിന്നും സഹായം ലഭിച്ചുവെന്ന് വ്യക്തമാക്കുന്നതാണ് ജയിൽ DGP ബൽറാം കുമാർ ഉപാധ്യായയുടെ പ്രതികരണം. ഇപ്പോൾ നമ്മുടെ വിശദമായി അന്വേഷണത്തിൽ പോകുന്നുണ്ട്. ഏതൊരു ഉദ്യോഗസ്ഥരുടെ ഭാഗം നിന്നും വീഴ്ച ഉണ്ടെങ്കിൽ നമുക്ക് അതിലെ വിരുദ്ധമായി നടപടി വരും. DIG പറയൂ, മൂന്ന് ഉദ്യോഗസ്ഥൻ പുള്ളി സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ എല്ലാ എങ്കിലും അത് നോക്കിക്കൊണ്ടിരിക്കുക. പുറത്തു നിന്നും സപ്പോർട്ടാണോ ഉള്ളിൽ നിന്നും സപ്പോർട്ടാണോ അത് DIG വിശദമായി ഇവിടെ നോക്കുന്നുണ്ട്. കണ്ണൂർ അതിസുരക്ഷാ ജയിലിൽ കൊടും കുറ്റവാളികളെ പാർപ്പിക്കുന്ന 68 സെല്ലുകളുള്ള 10-ാം ബ്ലോക്ക് ബിയിലാണ് ഗോവിന്ദച്ചാമിയെ പാർപ്പിച്ചിരുന്നത്. 10-ാം ബ്ലോക്കിൽ നിന്ന് പുറത്തിറങ്ങാൻ ഗോവിന്ദച്ചാമി 2 മതിലുകളാണ് ചാടിക്കടന്നത്. ആദ്യ മതിൽ ചാടാൻ സെല്ലിലെ കുടിവെള്ള കന്നാസ് ഉപയോഗിച്ചെന്നാണ് മൊഴി. ഇലക്ട്രിക് ഫെൻസിംഗ് ഉള്ള 7 മീറ്റർ ഉയരമുള്ള പുറം മതിൽ ഒറ്റക്കൈനായ ഗോവിന്ദച്ചാമി ചാടിക്കടക്കുമ്പോൾ മതിലിൽ വൈദ്യുതി പ്രവാഹം ഇല്ലായിരുന്നു എന്നതും ദുരൂഹത വർദ്ധിപ്പിക്കുന്നു. റിസർച്ച് ഡെസ്ക് 24. ജയിൽ ചാട്ടത്തിന് ഗോവിന്ദച്ചാമി നടത്തിയത് 1.5 മാസത്തെ തയ്യാറെടുപ്പാണ്. ശരീരം മെലിയാൻ അരിഭക്ഷണം ഒഴിവാക്കി, സെല്ലിലെ കമ്പി അറുക്കുന്ന ശബ്ദം പുറത്തു കേൾക്കാതിരിക്കാൻ തലയിൽ തേക്കാൻ നൽകിയ വെളിച്ചെണ്ണ സൂക്ഷിച്ചു വെച്ചു. ജയിൽ മോചിതരായവരുടെ വസ്ത്രം വടമുണ്ടാക്കാനായി ശേഖരിച്ചു. ജയിൽ ചാടുന്നതിനായി മാസങ്ങൾക്ക് മുൻപ് തന്നെ കൃത്യമായ ആസൂത്രണം നടത്തിയിരുന്നു ഗോവിന്ദച്ചാമി. നേരത്തെ തന്നെ ജയിൽ കമ്പികൾ മുറിച്ചു തുടങ്ങി. ശബ്ദം പുറത്തു വരാതിരിക്കാൻ കുളിക്കാൻ നൽകിയ വെളിച്ചെണ്ണ കമ്പികളിൽ തേച്ചു. തുണി വെച്ച് കെട്ടിയാണ് കമ്പികൾ മുറിക്കാൻ ആരംഭിച്ചത്. ജയിലധികൃതർക്ക് മനസ്സിലാകാതിരിക്കാൻ കമ്പിയിൽ നൂൽ കെട്ടിവെച്ചു. കമ്പികൾക്കിടയിലൂടെ നൂണ്ടിറങ്ങാൻ അരിഭക്ഷണം ഒഴിവാക്കി ശരീരവണ്ണം കുറച്ചു. സംശയം തോന്നിയവരോട് ഡോക്ടർ ആവശ്യപ്പെട്ടതാണെന്ന് മറുപടി നൽകി. മതിലിലൂടെ ഊർന്നിറങ്ങുന്നതിനായി ജയിൽ മോചിതരായവരുടെ തുണികൾ ശേഖരിച്ചു വെച്ചു. വാട്ടർ ടാങ്ക് വഴി ക്വാറന്റൈൻ ബ്ലോക്കിലെത്തിയ പ്രതി പ്ലാസ്റ്റിക് ഡ്രമ്മിന്റെ മുകളിൽ കയറി ഇലക്ട്രിക് ഫെൻസിന്റെ തൂണിൽ കുടുക്കിടുകയായിരുന്നു. ജയിൽ അടുക്കളയിലെ അന്തേവാസികളിൽ നിന്നാണ് ബ്ലേഡ് ലഭിച്ചതെന്നും ഗോവിന്ദച്ചാമി മൊഴി നൽകി. ഗോവിന്ദച്ചാമി തടവ് ചാടാൻ തയ്യാറെടുക്കുന്ന വിവരം അറിയാമായിരുന്നുവെന്ന് തമിഴ്നാട് സ്വദേശിയായ സഹതടവുകാരനും സമ്മതിച്ചു. എന്നാൽ താനും ജയിൽ ചാടാൻ ശ്രമിച്ചെന്നും കമ്പികൾക്കിടയിലൂടെ പുറത്തു ചാടാൻ കഴിയാത്തത് തിരിച്ചടിയായെന്നും സഹതടവുകാരൻ പോലീസിനോട് പറഞ്ഞു. 24 കണ്ണൂർ. ജയിൽ ചാടിയ കൊടും ക്രിമിനൽ ഗോവിന്ദച്ചാമിയെ പിടികൂടുന്നതിൽ നിർണായകമായത് നാട്ടുകാരുടെ ഇടപെടൽ. 3 പേർ കൃത്യമായി വിവരം നൽകിയതിനാൽ മണിക്കൂറുകൾക്കകം പ്രതിയെ പിടികൂടാൻ സാധിച്ചുവെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ നിതിൻ രാജ് പറഞ്ഞു. രാവിലെ 9 മണിയോടെയാണ് ഗോവിന്ദച്ചാമിയുമായി രൂപസാദൃശ്യമുള്ളയാളെ കണ്ടെന്ന് ദൃക്സാക്ഷി പോലീസിനെ വിവരമറിയിച്ചത്. തളാപ്പിലെ ചായക്കടയ്ക്ക് സമീപത്ത് നിന്നാണ് കണ്ണൂർ സ്വദേശിയായ വിനോജ ഗോവിന്ദച്ചാമിയെ കണ്ടത്. തുടർന്ന് വിനോദും മറ്റൊരു ഓട്ടോറിക്ഷ ഡ്രൈവർ സന്തോഷും ഇയാളെ പിന്തുടർന്നു. സംശയം തോന്നി ഇവർ ഗോവിന്ദച്ചാമി എന്ന് വിളിച്ചു. ഉടൻ തന്നെ മതിൽ ചാടിക്കടന്ന് രക്ഷപ്പെടുകയായിരുന്നു. ഉടനെ പോണ വഴിക്ക് സംശയം തോന്നിയപ്പോൾ ഞാൻ ഉടനെ സ്കൂട്ടർ സ്ലോ ആക്കി നിർത്തിയിട്ട് ഇദ്ദേഹം തൊട്ടടുക്കലുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, ഇത് സംശയമാണ്, ഇത് ആരാണെന്ന് ചോദിച്ചു. ഗോവിന്ദച്ചാമിയാണോ സംശയം ഉണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ ഉടനെ തന്നെ സ്കൂട്ടർ തിരിച്ചു. അപ്പം നോക്കുമ്പോൾ ആൾ നടക്കുന്ന സ്പീഡ് കുറച്ച് കൂടിയിട്ടുണ്ട് ആളുടെ. അപ്പോൾ ഞാൻ വണ്ടിയും കൂടി ഇങ്ങനെ വരുന്നുണ്ടായി. അപ്പോൾ ഇയാൾ ഗോവിന്ദച്ചാമി ഓടുന്നുണ്ട്. എൻ്റെ വണ്ടിയുടെ സ്റ്റാൻഡ് ബട്ടൺ തട്ടാൻ പറ്റുന്നില്ല. അങ്ങനെ വണ്ടി തിരിച്ച് വെച്ചിട്ട് ഞാൻ ഓടിയ ടൈമിന് അവിടെ കാല് സ്ലിപ്പായിട്ട് വീണ ടൈമിനാണ് ഈ മതിലുള്ളിൽ പോകുന്ന കണ്ടത്. തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. ടിവിയിൽ കണ്ട പരിചയം തോന്നിയെങ്കിലും തലയിൽ തുണി കെട്ടിയിരുന്നുവെന്നും നാട്ടുകാർ വിവരം നൽകി. കള്ളി ഷർട്ടാണ് ധരിച്ചിരുന്നതെന്ന് ദൃക്സാക്ഷി പോലീസിന് വിവരം കൈമാറി. രക്ഷപ്പെടുന്ന സമയത്ത് കറുത്ത ഷർട്ടും പാന്റുമാണ് ഗോവിന്ദച്ചാമി ധരിച്ചിരുന്നതെന്ന വിവരം പോലീസ് പുറത്തുവിട്ടു. ഗോവിന്ദച്ചാമിയെ പിടികൂടുന്നതിൽ ജനങ്ങൾ നല്ല രീതിയിൽ സഹകരിച്ചുവെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ നിതിൻ രാജ്. ഏത് രീതിയിലേക്ക് ഈ പ്രതി പുറത്തു വന്നു എന്നുള്ളതൊക്കെ കൂടുതലായിട്ടുള്ള വിശദീകരണത്തിലൂടെ, കൂടുതൽ അന്വേഷണത്തിലൂടെ മാത്രമേ നമുക്കിപ്പോൾ പറയാൻ വേണ്ടി കഴിയുള്ളൂ. പ്രാഥമികമായിട്ട് ഈ പ്രതി പുറത്തു വന്നതിൻ്റെ പിന്നാലെ ഈ പ്രതി കുറച്ചൊരു പ്രിപ്പറേഷൻ നടത്തിയിട്ടുണ്ട്,
കുറച്ച് കാലങ്ങളായിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ നടത്തിയതായിട്ടുണ്ട്. വേറെ ആരെങ്കിലും ഇതിലേക്ക് ഇൻവോൾവ് ആയതായിട്ട് പോലീസിന് ഈ ഒരു അവസരത്തിൽ ഇൻഫർമേഷൻ ഇല്ല. നാട്ടുകാരായ 3 പേർ കൃത്യമായ വിവരം കൈമാറിയതാണ് നിർണായകമായതെന്നും സിറ്റി പോലീസ് കമ്മീഷണർ. ന്യൂസ് ഡെസ്ക് 24. സംസ്ഥാനത്തെ ജയിലുകളിലെ സുരക്ഷ സംബന്ധിച്ച് അടിയന്തര യോഗം വിളിച്ച മുഖ്യമന്ത്രി. കൊടും കുറ്റവാളി ഗോവിന്ദചാമി ജയിൽ ചാടിയ പശ്ചാത്തലത്തിലാണ് നടപടി. നാളെ രാവിലെ 11 മണിക്ക് ഓൺലൈനായി യോഗം ചേരും. പോലീസ് മേധാവി, ജയിൽ മേധാവി, ആഭ്യന്തര സെക്രട്ടറി തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുക്കും. ഇന്നത്തെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. സ്കൂൾ സമയമാറ്റത്തിൽ പിന്നോട്ടില്ലെന്ന് സർക്കാർ. ഇത്തവണ നടപ്പാക്കിയ മാറ്റം തുടരുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കി. സമസ്ത നേതാക്കളുമായും മാനേജ്മെന്റ് പ്രതിനിധികളുമായും നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രതികരണം. ഇപ്പോൾ എടുത്ത തീരുമാനങ്ങളുമായി മുന്നോട്ട് പോകാനാണ് ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുള്ളത്. വേണ്ടി വന്നാൽ അടുത്ത അക്കാഡമിക് ഇയറിൽ പരാതികൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നൽകിയാൽ ആ സമയത്ത് അപ്പോൾ നമുക്ക് അന്നത്തെ സാഹചര്യം വെച്ച് നമുക്ക് പരിശോധിക്കാം. പരിശോധിക്കുമെന്ന് പറയുമ്പോൾ കോടതി വിധിയുണ്ട്, നിയമങ്ങളുടെ ഭേദഗതിയുണ്ട്. അത്തരം കാര്യങ്ങളെല്ലാം കൂടെ അടുത്ത വർഷം പരിശോധിക്കുന്നതിൽ ഗവൺമെൻറ്റിന് ഒരു വ്യത്യസ്തമായ അഭിപ്രായമില്ല. പക്ഷേ ഇപ്പോൾ എടുത്ത തീരുമാനവുമായി ഗവൺമെൻറ് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. അടുത്ത വർഷം ചർച്ച ചെയ്ത് മാറ്റം വരുത്താമെന്ന് മന്ത്രി ഉറപ്പ് നൽകിയതായി സമസ്ത നേതാക്കൾ അറിയിച്ചു. ഈ പ്രാവശ്യം നമ്മൾ അരമണിക്കൂർ അവർ വർദ്ധിപ്പിച്ചു എന്ന് പറയുന്നത് കാമണിക്കൂർ മുമ്പിലുള്ളതും കാമണിക്കൂർ പിന്നിലുള്ളതും അവസാനം 4 മണിക്ക് ശേഷമുള്ളതുമാണ് വർദ്ധിപ്പിച്ചത്. ഈ വർഷം ഇംപ്ലിമെൻ്റ് ചെയ്തു പോയി, കലണ്ടർ ഇറക്കിപ്പോയി. അതുകൊണ്ട് ഞങ്ങൾക്ക് നിങ്ങളതിന് അവസരം തരണം, കാമണിക്കൂറല്ല അവസരം തരണം. അടുത്ത വർഷത്തേക്ക് ഇതിന് മാറ്റം വരുത്താൻ നമുക്ക് കൂടിയിരുന്നിട്ട് ചർച്ച ചെയ്തിട്ട് മാറ്റം വരുത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഉറപ്പ് മന്ത്രി നമുക്ക് തന്നിട്ടുണ്ട്. ആ ഒരു വിശ്വാസം നമ്മൾ ഇറങ്ങിയതാണ്. അംഗീകരിച്ചിട്ടുണ്ട്. കനത്ത മഴയിലും കാറ്റിലും മധ്യകേരളത്തിൽ വ്യാപക നാശനഷ്ടം. കോട്ടയത്ത് വിവിധയിടങ്ങളിലുണ്ടായ മിന്നൽ ചുഴലിയിൽ നിരവധി മരങ്ങൾ കടപുഴകി. ഇടുക്കി ചക്കുവള്ളത്ത് മരക്കൊമ്പ് ഒടിഞ്ഞു വീണ് തൊഴിലാളി മരിച്ചു. എറണാകുളം, തൃശൂർ, കോഴിക്കോട് ജില്ലകളിലും നാശനഷ്ടങ്ങൾ ഉണ്ടായി. കോട്ടയം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങളുണ്ടായത്. വൈക്കം റെയിൽവേ സ്റ്റേഷനിൽ മരങ്ങൾ കടപുഴകി നിരവധി വാഹനങ്ങൾക്ക് കേടുപാട് സംഭവിച്ചു. പാലായിലും മീനടത്തും കുമരകത്തും നിരവധി മരങ്ങൾ നിലംപൊത്തി. പലയിടത്തും ഗതാഗത തടസ്സമുണ്ടായി. കോളേജ് വിടുന്ന ഒരു സമയമായിരുന്നു. മഴയാണെങ്കിലും വളരെ അനേകം കുട്ടികൾ ഈ വഴിയിൽ, അതായത് കോളേജിൻ്റെ പ്രധാന വഴിയിൽ ഉണ്ടാവേണ്ടതായിരുന്നു. അനേകം വണ്ടികളും ഇവിടെ കാണേണ്ടതായിരുന്നു. അതായത് കളക്ടർ ഇന്ന് അവധി കൊടുത്തതുകൊണ്ട് വളരെ ഉപകാരമായി. അത് കളക്ടറോട് തന്നെയാണ് ശരിക്കും ഞങ്ങൾക്ക് നന്ദി പറയാനുള്ളത്. ഇടുക്കിയിൽ ശക്തമായ കാറ്റിൽ മരപൊടിഞ്ഞു വീണ് വിവിധ മേഖലകളിൽ ഗതാഗതം തടസ്സപ്പെടുകയും വൈദ്യുതി ബന്ധം താറുമാറാവുകയും ചെയ്തു. കുമ്മളി ചക്കുപള്ളത്ത് മരക്കൊമ്പൊടിഞ്ഞു വീണ് തൊഴിലാളി മരിച്ചു. തമിഴ്നാട് KG-പെട്ടി സ്വദേശി സുധയാണ് മരിച്ചത്. ജലനിരപ്പ് ഉയർന്നതോടെ പൊന്മുടി ഡാമിന്റെ ഷട്ടറുകൾ തുറന്നു. പത്തനംതിട്ട റാന്നിയിൽ കനത്ത കാറ്റിൽ വ്യാപക നാശനഷ്ടമാണ് ഉണ്ടായത്. നിരവധിയിടങ്ങളിൽ മരങ്ങൾ കടപുഴകി വീണു. KSEBിയുടെ വൈദ്യുതി പോസ്റ്റുകളും തകർന്നു. തൃശൂർ മാളയിലും മിന്നൽ ചുഴലിയിൽ വൻ നാശനഷ്ടം. കോഴിക്കോട് തലക്കളത്തൂരും മിന്നൽ ചുഴലി ആഞ്ഞുവീശി. മരങ്ങൾ കടപുഴകി വീണു. 4 വീടുകൾക്ക് നാശനഷ്ടമുണ്ടായി. മലപ്പുറം വേങ്ങരയിൽ മിന്നൽ ചുഴലിയെ തുടർന്ന് വ്യാപക നാശനഷ്ടമാണ് ഉണ്ടായത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ ശക്തമാകുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചത്. 7 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. മധ്യകേരളത്തിലും തെക്കൻ ജില്ലകളിലും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഈ മാസം 28 വരെ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിനുള്ള വിലക്ക് തുടരും. മറ്റൊരു വാർത്ത തുടർച്ചയായി ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദം അതിതീവ്ര ന്യൂനമർദ്ദമായി രൂപാന്തരപ്പെട്ടതും അറബിക്കടലിൽ മഹാരാഷ്ട്ര തീരം മുതൽ കേരള തീരം വരെയുള്ള ന്യൂനമർദ്ദ പാത്തിയും കാലവർഷത്തെ സ്വാധീനിക്കുമെന്നാണ് വിലയിരുത്തൽ. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ എന്നീ ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്കുള്ള ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബാക്കി എല്ലാ ജില്ലകളിലും യെല്ലോ മുന്നറിയിപ്പ് നിലവിലുണ്ട്. മഴയോടൊപ്പം മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ട്. അപകടകരമായ രീതിയിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് പത്തനംതിട്ട ജില്ലയിലെ അച്ചൻകോവിൽ നദിയിൽ ഓറഞ്ച് അലർട്ടും പമ്പാ നദിയിൽ യെല്ലോ മുന്നറിയിപ്പും നൽകി. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 28 വരെ മീൻപിടുത്തത്തിന് വിലക്ക് തുടരും. 24 തിരുവനന്തപുരം.
തുടർച്ചയായുള്ള പാർലമെന്റ് സ്തംഭനത്തിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിൽ സമവായം. പെഹൽഗാം ആക്രമണവും ഓപ്പറേഷൻ സിന്ദൂറും ചർച്ച ചെയ്യാൻ ധാരണയായതായി കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു അറിയിച്ചു. തിങ്കളാഴ്ച വിഷയം ലോക്സഭ ചർച്ച ചെയ്യുമെന്നും തിങ്കളാഴ്ച മുതൽ സഹകരിക്കാമെന്നും പ്രതിപക്ഷം അറിയിച്ചതായും കിരൺ റിജിജു പറഞ്ഞു. ജസ്റ്റിസ് യശ്വന്ത് വർമ്മയ്ക്കെതിരായ ഇംപീച്ച്മെന്റ് നോട്ടീസ് ലോക്സഭയിലായിരിക്കും ആദ്യം ചർച്ച ചെയ്യുകയെന്നും കിരൺ റിജിജു വ്യക്തമാക്കി. ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരായ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും തുടർച്ചയായ 5ാം ദിവസവും സ്തംഭിച്ചു. തിരുവനന്തപുരത്ത് KSRTC ബസും സ്കൂൾ വാനും കൂട്ടിയിടിച്ചു. നിരവധി കുട്ടികൾക്ക് പരിക്കേറ്റു. നെടുമങ്ങാട് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളാണ് അപകടത്തിൽപ്പെട്ടത്. റിനു ശ്രീധർ വിവരങ്ങളുമായി. റിനു, ഈ അപകടം എപ്പോഴായിരുന്നു? കുട്ടികളുടെ പരുക്ക് എങ്ങനെയാണ്? മറ്റു വിശദാംശങ്ങൾ. അനുജ, വൈകുന്നേരം 5:15 കൂടിയാണ് തിരുവനന്തപുരം നെടുമങ്ങാടിനടുത്തുള്ള താന്നിമൂടിൽ സ്കൂൾ ബസും അതുപോലെ തന്നെ KSRTC ബസും കൂട്ടിയിടിച്ചത്. ഇത് സ്വകാര്യ ടെമ്പോ ട്രാവലറാണ് കുട്ടികളെ കൊണ്ടുപോകുന്ന നെടുമങ്ങാട് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും ഈ പാലോട് ഭാഗത്തേക്ക് പോയ വാഹനമാണ് ബസുമായി കൂട്ടിയിടിച്ചത്. നിരവധി കുട്ടികൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഈ കുട്ടികളെ നെടുമങ്ങാട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്നുള്ള പ്രാഥമികമായിട്ടുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. KSRTC ബസ്സിൽ യാത്ര ചെയ്ത 7 കുട്ടികൾ, അതുപോലെ തന്നെ ഈ സ്വകാര്യ സ്കൂൾ ടെമ്പോ വാനിൽ ഉണ്ടായിരുന്ന 4 കുട്ടികൾക്കുമാണ് പരിക്ക് സാരമല്ല, നിസ്സാരമായിട്ടുള്ള പരിക്കുകളാണെന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ ഇപ്പോൾ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അനുജ, തിരുവനന്തപുരത്താണ് KSRTC ബസും സ്കൂൾ വാനും കൂട്ടിയിടിച്ച് കുട്ടികൾക്ക് പരുക്കേറ്റത്. പരുക്ക് ഗുരുതരമല്ല എന്നുള്ളതാണ്. നെടുമങ്ങാട് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളാണ് അപകടത്തിൽപ്പെട്ടത്. കാസർഗോഡ് പടന്നക്കാട് അപകടത്തിൽപ്പെട്ട ടാങ്കർ ലോറിയിൽ നിന്നുള്ള പാചകവാതക ചോർച്ച താത്കാലികമായി അടച്ചു. മംഗലാപുരത്ത് നിന്ന് വിദഗ്ധ സംഘമെത്തിയാണ് ടാങ്കറിന്റെ വാൽവിനുള്ള തകരാർ പരിഹരിച്ചത്. ടാങ്കർ ഉയർത്തി പാചകവാതകം മറ്റൊരു ടാങ്കറിലേക്ക് മാറ്റാനുള്ള ശ്രമം തുടരുകയാണ്. ഇതിന്റെ ഭാഗമായി പ്രദേശത്ത് സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. ടാങ്കർ ലോറി മറിഞ്ഞതിന്റെ 5 കിലോമീറ്റർ ചുറ്റളവിൽ ഗതാഗതം നിരോധിച്ചു. പ്രദേശത്ത് മൊബൈൽ ഫോൺ, വൈദ്യുത ബന്ധങ്ങൾ വിച്ഛേദിച്ചു. വീടുകളിൽ ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കാനോ പുകവലിക്കാനോ പാടില്ല എന്നും നിർദ്ദേശമുണ്ട്. ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ 6ാം സീസണിന്റെ ഓഡിഷൻ നാളെയും മറ്റന്നാളും എറണാകുളം വൈറ്റില മെർമെയ്ഡ് ഹോട്ടലിൽ വെച്ച് നടക്കും. 14 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്ക് പങ്കെടുക്കാം. രാവിലെ 9 മണി മുതൽ 5 മണി വരെയാണ് ഓഡിഷൻ. പാട്ട് പാടാൻ താല്പര്യമുള്ള എല്ലാ കുട്ടികളെയും സ്വാഗതം ചെയ്യുന്നു. കേരളത്തിന് പുറത്തുള്ളവർക്കും ഇതുവരെ മറ്റ് ഓഡിഷനുകളിൽ പങ്കെടുക്കാത്തവർക്കും കൊച്ചിയിലെ ഓഡിഷനിൽ പങ്കെടുക്കാം. 24 കണക്റ്റും ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും ചേർന്ന് നടപ്പാക്കുന്ന 100 വീട് പദ്ധതി പ്രകാരം നിർമ്മിച്ച ആലപ്പുഴ ജില്ലയിലെ 4ാമത്തെ വീടിന്റെ താക്കോൽ ദാനം നടന്നു. മാവേലിക്കര കുറത്തിയാട് സ്വദേശികളായ വിനീതയ്ക്കും സനയ്ക്കുമാണ് പദ്ധതി വഴി വീടൊരുങ്ങിയത്. 15 വർഷത്തിലധികമായി വാടക വീടുകളിൽ മാറി മാറി കഴിയുകയായിരുന്നു വിനീതയും മകൾ സനയും. സ്വന്തമായി വീടില്ലാതെ മുന്നോട്ടു പോയ 1.5 പതിറ്റാണ്ട് കാലത്തെ ദുരവസ്ഥയ്ക്കാണ് വിരാമമാകുന്നത്. 24 കണക്റ്റും ചിറ്റിലപ്പിള്ളി ഫൗണ്ടേഷനും ചേർന്ന് നിർമ്മിക്കുന്ന ആലപ്പുഴ ജില്ലയിലെ 4ാമത്തെ വീടാണ് വിനീതയ്ക്കും സനയ്ക്കും ലഭിച്ചത്. വീടിന്റെ താക്കോൽദാനം 24 റിപ്പോർട്ടർ YS അഭിനന്ദും 24 കണക്ട് റീജിയണൽ കോർഡിനേറ്റർ മനോജ് മാവേലിക്കരയും ചേർന്ന് നിർവഹിച്ചു. രാജൻ എന്ന് പറഞ്ഞ രചനാണ് ഞങ്ങൾക്ക് സ്ഥലം തന്നത്. അത് കഴിഞ്ഞ് 24 ന്യൂസ് കണക്ഷനും ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും കൂടെ ചേർന്നിട്ട് മനോജ് മാവേലിക്കര സാറിൻ്റെ നേതൃത്വത്തിലാണ് നമുക്ക് ഈ വീടിനുള്ള ഫണ്ട് റെഡിയാക്കി തന്നത്. ഭയങ്കര സന്തോഷം തോന്നുന്നു. ആദ്യമായിട്ട് സ്വന്തം വീട്ടിൽ നിന്ന് ആദ്യമായിട്ട് എൻ്റെ സ്വന്തം വീട്ടിൽ കിടക്കുന്നതിന് തൊട്ട് അത് ഭയങ്കര സന്തോഷമാണ്. ഭയങ്കര ഹാപ്പിയാണ്. അഭിമാനകരമായ നിമിഷമെന്ന് വിനീതയ്ക്ക് വീട് വെക്കാൻ സ്ഥലം നൽകിയ VC തോമസ്. വളരെ സന്തോഷം ഉണ്ടാക്കരുതില്ല. വസ്തു ഇല്ലാത്തതിൻ്റെ പേരിൽ ഞാൻ വസ്തു കൊടുക്കുന്നുള്ളതേ ഉള്ളൂ. അത് ഇനിയും ആർക്കെങ്കിലും താല്പര്യമുണ്ട് വസ്തു ഇല്ല എന്നുണ്ടെങ്കിൽ ജെന്യുവനായിട്ടുള്ള കാര്യമാണെങ്കിൽ ചെയ്യുന്നതിന് കുഴപ്പമില്ല. 24 കണക്റ്റും ചിറ്റിലപ്പിള്ളി ഫൗണ്ടേഷനും ചേർന്ന് ആലപ്പുഴയിൽ 14 വീടുകളാണ് നിർമ്മിച്ചു നൽകുന്നത്. ഇവർ വാടക വീട്ടിലും പല ബന്ധു വീട്ടിലും ഒക്കെ ആയിട്ട് സ്വന്തമായിട്ട് വീടില്ല, വളരെ ബുദ്ധിമുട്ടി ജീവിക്കുകയായിരുന്നു. അങ്ങനെ 24 കണക്റ്റിനെ ബന്ധപ്പെടുകയും 24 കണക്റ്റാണ് അർഹരാണെന്ന് തോന്നിയിട്ട് നമ്മൾ വീട് കൊടുത്തിരിക്കുന്നു. ആലപ്പുഴ ജില്ലയിൽ മൊത്തം 14 വീടാണ്. 14 വീട്ടിൽ ഇപ്പം പണി നടന്നുകൊണ്ട് പല അവസ്ഥകളായിട്ട് നിൽക്കുകയാണ്. ഇപ്പം പണി തീരുന്നതനുസരിച്ച് നമ്മൾ താക്കോൽ കൊടുത്തുകൊണ്ടിരിക്കുക. 24 ആലപ്പുഴ. വാർത്താസന്ധ്യ അവസാനിക്കുകയാണ്. ഇനി പൊതുജനം കഴുതയിലെ സാർ എന്ന പരിപാടിയുമായി ഗൂഗിൾ ടി.